നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വിലക്കേർപ്പെടുത്തിയ വിസകളിൽ രാജ്യത്ത് തുടരുന്ന പ്രവാസികൾക്ക് നിലവിലെ വിസ കാലാവധി കഴിഞ്ഞാൽ പുതുക്കി നൽകാനാകില്ലെന്ന് ഒമാൻ. കാലാവധി പൂർത്തിയായാൽ ഇനി അവർ രാജ്യം വിടണം. എന്നാൽ മറ്റ് വിസകളിൽ ഇവർക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നതായിരിക്കും. ഇതിന് നേരത്തെ ജോലി ചെയ്തിരുന്ന കമ്പനികളുടെ NOC സമർപ്പിക്കേണ്ടതുണ്ട് എന്നത് പ്രത്യേകം എടുത്തു പറയണം. സെയിൽസ് റെപ്രസെന്റേറ്റീവ് അഥവാ സെയിൽസ് പ്രൊമോട്ടർ, പർച്ചേസ് റെപ്രസെന്റേറ്റീവ് എന്നീ തസ്തികകളിൽ വിസ വിലക്കി കഴിഞ്ഞ ദിവസമാണ് മാനവ വിഭവശേഷി മന്ത്രി അബ്ദുള്ള ബിൻ നാസർ അൽ ബക്രി ഉത്തരവ് പുറത്തിറക്കിയത് തന്നെ. വിസ വിലക്ക് സംബന്ധിച്ച് വിദേശികൾക്കിടയിൽ ആശങ്ക പടരുന്നതിനിടെയാണ് മന്ത്രാലയം വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സെയിൽസ് റെപ്രസെന്റേറ്റീവ്, സെയിൽസ് പ്രൊമോട്ടർ, പർച്ചേസ് റെപ്രസെന്റേറ്റീവ് മേഖലകളിൽ ജോലി ചെയ്തു വരുന്ന വിദേശികൾ വിസ കാലാവധി പൂർത്തിയായാൽ ഉടൻ തന്നെ രാജ്യം വിട്ടുപോകണം. മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വിദേശികളാണ് ഈ വിസകളിൽ തൊഴിലെടുക്കുന്നതെന്നത് എടുത്തു പറയേണ്ടതുണ്ട്. വരുന്ന മാസങ്ങളിൽ ഇവരെല്ലാം തിരികെ മടങ്ങേണ്ടി വരും. സെയിൽസ്, പർച്ചേസ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന വിദേശികൾ വിസ കാലാവധി കഴിഞ്ഞാൽ രാജ്യം വിട്ടു പോകണമെന്നാണ് നിർദ്ദേശവുമായി ഒമാൻ മാനവ വിഭവശേഷി മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. നടപടി ആയിരക്കണക്കിന് മലയാളികളെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇങ്ങനെ പറയുന്ന തസ്തികകൾ 100% സ്വദേശീവൽക്കരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒമാൻ മാനവ വിഭവശേഷി മന്ത്രി അബ്ദുള്ള ബിൻ നാസർ അൽ ബക്രി ഉത്തരവ് പുറത്തിറക്കിയത് ഏറെ ഞെട്ടിച്ചിരുന്നു. ഇതിന്മേൽ കൂടുതൽ വിശദീകരണമായിട്ടാണ് മാനവ വിഭവശേഷി മന്ത്രാലയം രംഗത്തെത്തിയത്. ഈ തസ്തികകളിൽ തൊഴിൽ ചെയ്തു വരുന്ന വിദേശികൾ വിസ കാലാവധി കഴിയുമ്പോൾ രാജ്യം വിട്ടു പോകണമെന്നാണ് മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശം ഇതിനോടകം തന്നെ പുറത്തുവരുന്നത്. കാലാവധി പൂർത്തീകരിക്കുന്ന ഈ വിസകൾ പുതുക്കി നൽകുകയില്ലെന്നും വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഇൻഷുറൻസ് മേഖലയിൽ സ്വദേശിവൽക്കരണം പുരോഗമിച്ചു വരികയാണ്. ഈ മേഖലയിൽ 75% സ്വദേശിവൽക്കരണം പാലിക്കണമെന്നാണ് മന്ത്രാലയ നിർദ്ദേശം വ്യക്തമാക്കുന്നത്. ആരോഗ്യ മേഖലയിലെ ഫാർമസിസ്റ്റ് തസ്തിക പൂർണ്ണമായും സ്വദേശികൾക്കായി നീക്കിവെക്കുവാനാണ് നിർദ്ദേശം. ഒമാൻ ദേശീയസ്ഥിതി വിവര മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 17 ലക്ഷത്തോളം വിദേശികളാണ് ഒമാനിൽ വിവിധ മേഖലകളിലായി തൊഴിൽ ചെയ്തു വരുന്നത്. അതിനാൽ തന്നെ കൂടുതൽ വിദേശികളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികളെ കൂടുതൽ ബാധിച്ചേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.